അമ്മാ ദേവരത്തി ഞാൻ വിളിക്കാവേ. അല്ലയോ കുറ്റം പറയാൻ പറ്റില്ല ഏട്ടാ. ഹാനോ വലിയ കിരിങ്ങിട്ടെ തിന്നേ കുറച്ച് സമയം എടുക്കും. അവന്റെ കയ്യിലെന്താ ഒരു ബാഗൊക്കെ? അത് കുഴിപ്പുറത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണം പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനം? എന്താടാ കയ്യില്? അമ്മ ഇത് എന്റെ കുറച്ച് സാധനങ്ങളാ. എന്ത് സാധനം? കുറച്ച് സാധനങ്ങള് എല്ലാം നീ പെറുക്കിയെടുത്തിട്ടല്ലേ വന്ന അവിടുന്ന്? ഇത് ഞാൻ കുറച്ച് മറന്നു വെച്ച സാധനങ്ങളാ. ഇന്നലെ ഓർത്തെ, അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങ് എടുത്തെ. എന്ത് മറന്നു വെച്ച സാധനാന്ന് ചോദിച്ചേ? ഒന്നുമില്ല അമ്മ, എന്റെ കുറച്ച് സാധനങ്ങളാന്ന്. എന്തൊക്കെ അറിയണം അമ്മക്ക്? പിന്നെ ഞാനല്ല, പിന്നെ ആര് ചോദിക്കാനാ ഇതൊക്കെ? കുഴിപ്പുള്ളത്തച്ഛൻ എന്തേ? കുഴിപ്പുള്ളത്തച്ഛൻ കുഴിപ്പുള്ളത്തന്നെ ഉണ്ട്. അവിടെ സൂപ്പർവിഷന് നിന്നു. അവിടെ ജോലിക്കാരുടെ നിൽക്കുക? അതെ. അപ്പൊ ഇന്നും അവിടെ പണി നടക്കത്തില്ല. എന്നിട്ട് ചെയ്തമ്മ അങ്ങനെ പറഞ്ഞേ? സംസാര ഉപദേശം മാത്രല്ലേ നടക്കുള്ളൂ, അവിടെ പണി വല്ലതും മര്യാദയ്ക്ക് നടക്കുവോ? അപ്പൊ ഇന്നും കണക്കാ അവിടുത്തെ പണി. നീ വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല സീതാമ്മ, ഒന്നും പറയണ്ട, ഒന്നും കഴിച്ചില്ല. എടാ നീ കൊച്ചിനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇല്ലമ്മ, കൊച്ചിനെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. എന്ത് സ്വഭാവമാണ് എന്റെ സിദ്ധു. പിള്ളേരെ കൂടെ കൊണ്ടുപോയിട്ട് വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ, മോശമല്ലേ ഇത്? വാ മക്കളിങ്ങി വാ, അമ്മ എടുത്തു തരാം. ഈ അളിയെ ഇങ്ങനെയാ സീതാമ്മ, ഒരു പച്ച വെള്ളം മേടിച്ചില്ല പാറോടെ. 8 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കഴിച്ചിട്ടാ ഇനി പറഞ്ഞു പോയെ. 8 പൊറോട്ടയാ കൊടുക്കാം? കൊടുക്കണം. എടാ എനിക്ക് മനസ്സിലായെന്ന്. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എത്രയും പറയണ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഞാനിപ്പോ വീട്ടിൽ എത്തിയുള്ളൂ, കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാ പോരെ? ഞാൻ വിളിക്കാടാ. ചായ. ചായ? ചായ. താങ്ക് യു. യു വെൽക്കം. ഈ ഡ്രസ് എടുക്കാനാ കുഴിപ്പുറത്ത് പോയത്? ലജ്ജുസേ, വീട്ടില് പണി നടക്കുവാണല്ലോ. അപ്പൊ പണി നടക്കുന്ന കാരണം പൊടിയൊക്കെ വീണ് ഡ്രസ്സൊക്കെ അലമ്പാവണ്ടെന്ന് ഓർത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പിന്നെ ഈ ഡയറി എടുത്തു, കുറെ കാര്യങ്ങളുള്ള ഡയറിയാ. അയ്യോ, ഇമ്പോർട്ടന്റ് കോള. വരവേ. ഹലോ. നല്ല ബാഗ് അടിച്ചു മാറ്റായിരുന്നു. ഇതിപ്പോ എവിടെ നിന്ന്? എന്താ ടോയ്സ് ഉണ്ടോന്നാ? നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോയ്സ് കൊണ്ടുവരാൻ? പറഞ്ഞിട്ടുണ്ടായിരുന്ന? അപ്പൊ അതിനകത്തുണ്ടാവും, നോക്ക്. മൊത്തം അങ്ങ് വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുവേ. പൊളിക്കോ? അപ്പൊ പിന്നെ ഇല്ല. അച്ഛൻ പുറത്ത് കണ്ടു പോയി പറഞ്ഞിട്ട് എന്റെ അടുത്ത് തീരുമാനായി. ഡയറി കൊറേ കണക്കുണ്ടല്ലോ. കാശൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കടം കൊടുക്കുവാണോ എല്ലാവർക്കും? ചിത്തേക്കും. പ്രിയപ്പെട്ട നിനക്ക്. പ്രിയപ്പെട്ട നിനക്ക് എനിക്കാണോ? ഓ പ്രേമലേഖനം. പ്രിയപ്പെട്ട നിനക്ക്, നിന്നെ ഇന്നലെ കാണാൻ കഴിയാതെ ആയപ്പോൾ ഞാൻ ആകാശത്തെ മഴവില്ല് നോക്കി കുറെ നേരം ഇരുന്നു. ആ നിറങ്ങളെ എല്ലാം കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരും. ഒരു മഴ പെയ്യുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. ഒരു കാറ്റ് വീശുമ്പോൾ ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്നെ ഓർക്കാത്ത സമയം എന്റെ ജീവിതത്തിലില്ല. എന്ന് ഇതൾ. ഇന്ന് ഇതളാ? ഏതിതള്? പഴയ പേപ്പർ. പ്രിയപ്പെട്ട
എന്റെ ഇട ഒന്ന് ഫോൺ വെക്ക്, ഇങ്ങനെ വെറുപ്പിക്കല്ലേ. ഞാൻ കുറച്ചൊക്കെ ആയിട്ട് എന്തായാലും വിളിക്കാം. ആ ഉഫ്. ഒന്നും പറയണ്ട, ആ കിഴങ്ങൻ ജിഷു കിടന്ന് വിളിച്ചോണ്ടിരുന്നു. ആണല്ലേ? പിന്നെ ഇതെന്താ ഇത് വലിച്ചു വരിട്ടേക്കുന്നേ? ആ അത് നിങ്ങളുടെ മോളുടെ പണിയാ. കല്ലൂസാ വലിച്ചു വരിട്ട് പോയി. ചെറിയൊരു അബദ്ധം പറ്റി. കല്ലൂസേ കുഴിപ്പുറത്തുനിന്ന് അവളുടെ ടോയ്സ് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു, ഞാനത് മറന്നു. മറക്കുവല്ലോ. ഏ അല്ല, തിരക്കാണല്ലോ മൊത്തത്തിലേ. അതവിടെ വെച്ചോ, ഞാൻ വെച്ചോളാം. എടുത്തു വെച്ചോളോ. കല്ലൂസ് എങ്ങോട്ടാ പോയെ? അവള് പുറത്തുണ്ടാവും. നോക്കട്ടെ.